ഹായ് അസ്സലാമു അലൈക്കും എല്ലാ കൂട്ടുകാർക്കും ഇന്നത്തെ നമ്മളെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പം ഇന്ന് നമ്മൾ രാവിലെ തൊട്ട് ഉച്ചവരെയുള്ള കുക്കിങ്ങും പിന്നെ നമ്മൾ അമ്പംകുന്ന് നേർച്ചയൊക്കെ ഒന്ന് പോയതിൻ്റെ കുറച്ച് കാഴ്ചകളൊക്കെ ഒന്ന് കാണിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പം നിങ്ങൾ ആരൊക്കെ അമ്പംകുന്നത്ത് പോയിട്ടുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണേ. അപ്പം നമ്മൾ രണ്ടാമത്തെ ദിവസമാണ് പോയത്. അപ്പോൾ വലുതായിട്ടൊന്നും എടുത്തില്ല, എന്നാലും കുട്ടികൾ ഓരോന്ന് കണ്ടങ്ങനെ കുട്ടികൾ ഓരോ കടയിലും കയറി ഇങ്ങനെ നിൽക്കുമല്ലോ. നമ്മളൊന്നും വാങ്ങിയില്ലെങ്കിലും കടയിൽ ഇങ്ങനെ കയറി നോക്കലത് അവർക്കൊരു ഇതാണ്. അപ്പം ഞാനാണെങ്കിൽ ഒന്നും വാങ്ങാൻ വയ്ക്കില്ല, കാരണം ഒക്കെ ഇരട്ടി വിലയായിരിക്കും അവിടെ. അപ്പം അങ്ങനെ രാവിലെ നമ്മൾക്ക് ഇടിയപ്പം തേങ്ങാപ്പാലായിരുന്നു കേട്ടോ ബ്രേക്ക്ഫാസ്റ്റായിട്ട്. പിന്നെ ഉച്ചക്കത്തേക്ക് നമ്മൾ സിമ്പിളായിട്ട് തേങ്ങ അല്ലാത്ത നല്ലൊരു ചോറും കൂട്ടാനുമാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ അതൊക്കെ ഒന്ന് കണ്ടിട്ട് വരാം നമുക്ക്. അപ്പം ഞാൻ ഇടിച്ചക്ക ഉപ്പേരിയാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ തേങ്ങ അല്ലെങ്കിൽ ചിലരൊന്നും ഇടിച്ചക്കയൊന്നും വെക്കൂലല്ലോ. പണ്ട് കാലത്തൊക്കെ ഇപ്പം നമ്മൾ തേങ്ങ ഇട്ടിട്ടൊന്നുമല്ല വെച്ചിരുന്നത്. അപ്പോൾ അതുപോലെ നമ്മൾക്കൊന്ന് ഉണ്ടാക്കി നോക്കാം. തേങ്ങ അല്ലാതെ നല്ല ടേസ്റ്റിൽ തന്നെ ഉപ്പേരിയാക്കുക, കറി ഉണ്ടാക്കിയെടുക്കുക. അപ്പോൾ ഞാൻ ഇടിച്ചക്ക തൊലി കളയുന്നുണ്ട്, അത് ആ മുറത്ത് തന്നെ ഒരു സൈഡിൽ അരിഞ്ഞെടുക്കണമുണ്ട് കേട്ടോ. എന്നിട്ട് ഞാൻ കുറച്ച് മഞ്ഞൾ വെള്ളത്തിലിട്ട് ഒന്ന് കഴുകി വാരിയെടുക്കുന്നുണ്ട്. ചിലരൊന്നും ഇടിച്ചക്ക കഴുകൂല അല്ലേ, എനിക്ക് അതൊന്ന് കഴുകിയെടുത്താലേ ഒരു തൃപ്തി ആവുള്ളൂ. അപ്പം അതിൻ്റെ ഒരു മുറി അവിടെ വെച്ചിട്ടുണ്ട്, ഒരു പകുതി കേട്ടത് വലിയ ഇടിച്ചക്കയായിരുന്നു. ഇത് നമ്മളോട് ഉണ്ടായതൊന്നുമല്ല, എൻ്റെ മകള് കൂട്ടുകാരത്തി കൊടുത്തതാണ് കേട്ടോ. അപ്പം അങ്ങനെ നമ്മൾ കഴുകിയെടുത്തിട്ട് അതിൻ്റെ വെള്ളത്തിൻ്റെ കളർ കണ്ടില്ലേ. പിന്നെ കുറച്ച് ഉപ്പും വെള്ളം ഒഴിച്ചിട്ട് നമ്മൾക്ക് ഇതൊന്ന് വേവിച്ചെടുക്കാം. അപ്പോൾ 2-3 വിസിൽ വെച്ചാൽ അതൊന്ന് വെന്ത് കിട്ടും. പിന്നെ നമ്മൾ സിമ്പിളായിട്ടൊരു മോര് കറി ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ അതിന് കുറച്ച് കാന്താരി മുളകൊക്കെ ഒന്ന് കൊടുന്ന് വെച്ചിട്ടുണ്ട്. അത് കുറച്ച് ചതച്ചെടുത്തിട്ടുണ്ട് ഞാൻ. പിന്നെ ഉലുവയും കടുകൊന്ന് മൂപ്പിച്ച്, എന്നിട്ട് അതിലേക്ക് കുറച്ച് വെളുത്തുള്ളിയും കാന്താരി മുളകും കറിവേപ്പിൻ്റെ ഇലയൊക്കെ ഇട്ടിട്ട് ഒന്ന് മൂപ്പിച്ചെടുക്കുക. എന്നിട്ട് കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്തിട്ട് നമ്മൾ മോര് ഒഴിച്ചു കൊടുക്കുകയാണ്. മോര് ഒഴിച്ചിട്ട് പിന്നെ തിളക്കാനായിട്ട് വിടരുത്. തേങ്ങ ചേർക്കുന്നുണ്ടെങ്കിൽ നമ്മൾ അരപ്പാണ് ആദ്യം എണ്ണയിൽ ഇട്ട് കൊടുക്കേണ്ടത്. അപ്പോൾ തേങ്ങ ചേർക്കാത്തതുകൊണ്ട് തന്നെ ഞാൻ മോര് ഒഴിച്ചു കൊടുത്ത് ഒന്ന് ചൂടായി വരുമ്പോൾ നമുക്ക് ഇറക്കി വെക്കാം. അപ്പോൾ ഞാൻ മോര് കറിയൊക്കെ ഒന്ന് മാറ്റിയിട്ട് ആ ചട്ടി തന്നെ കടുകും വറ്റൽമുളകും കറിവേപ്പിൻ്റെ ഇലയും കുറച്ച് ചെറിയ ഉള്ളിയൊക്കെ ഇട്ടിട്ട് നമ്മൾ ഉപ്പേരി ഒന്ന് താളിച്ചെടുക്കുകയാണ്. അപ്പോൾ അങ്ങനെ നമ്മൾ ഉപ്പേരിയൊക്കെ ഇതാ വെന്തിട്ടുണ്ട്, നല്ല പോലെ വെന്ത് കിട്ടിയിട്ടുണ്ട് കേട്ടോ അത്. അപ്പോൾ ഇനി അതായിരിക്കും ഒന്ന് ഇട്ടിട്ട് നമുക്കൊന്ന് വരിയിപ്പിച്ചെടുക്കണം. പിന്നെ അടിയിൽ കുറച്ച് വെള്ളം ഉണ്ട് തോന്നുന്നുണ്ട്. അപ്പം ഞാൻ അത് മൊത്തത്തിലിട്ടിട്ട് ആ വെള്ളമൊക്കെ ഒന്ന് വറ്റിച്ചെടുക്കണം കേട്ടോ, അപ്പോൾ ആ ഉപ്പേരിൻ്റെ ടേസ്റ്റ് കിട്ടുള്ളൂ. അപ്പോൾ ഞാൻ കുറച്ച് നേരം ഒന്ന് മൂടി വെച്ചിട്ട് അതൊന്ന് വറ്റിച്ചെടുത്തിട്ടുണ്ട്. മറ്റുള്ള ഉപ്പേരിയുടെ മാതിരി ആ വെള്ളം അങ്ങോട്ട് കളയരുത്, കാരണം ഇടിച്ചക്ക അത്രയും നമുക്ക് പോഷക ഗുണമുള്ള സാധനമാണ്, ഒരു വളം ചേർക്കാത്ത പച്ചക്കറിയാണ്. അപ്പോൾ നമ്മൾ ഇടിച്ചക്കയും ചക്കയൊക്കെ കഴിക്കുമ്പോൾ അത് നല്ലപോലെ എടുക്കണം കേട്ടോ. ഞാൻ ചക്കയൊക്കെ വെക്കുകയാണെങ്കിൽ അതിൻ്റെ മടലും എല്ലാം ഇട്ടിട്ടാട്ടോ വെക്കുക. അങ്ങനെ വെക്കണം നമ്മൾ, എന്നാലേ അതിൻ്റെ ഗുണങ്ങളൊക്കെ നമുക്ക് കിട്ടുള്ളൂ. അപ്പോൾ ഞാൻ അതൊക്കെ ഒന്ന് കയ്യിൽ വെച്ചിട്ട് തന്നെ ഒന്ന് ഇടിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇടിച്ചക്കപ്പേരിയും മോര് കറിയും റെഡി ആയിട്ടുണ്ട്. പിന്നെ കുറച്ച് പപ്പടം കൂടിയും കാച്ചെടുക്കുക. ഇതിലേക്ക് ഇപ്പോൾ വേണ്ടത് നമുക്ക് വല്ല അച്ചാറൊക്കെ ഉണ്ടായാൽ മതി കേട്ടോ, നല്ല ടേസ്റ്റാണ്. അങ്ങനെ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കുകൊണ്ടു. അപ്പം എൻ്റെ കൂട്ടുകാർക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടോ ഒന്ന് ലൈക്ക് ചെയ്യുക. ആദ്യമായിട്ട് കാണുന്ന പുതിയ കൂട്ടുകാരൊക്കെ ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഇനി നമ്മൾ കാണിക്കുന്നത് നമ്മൾ അമ്പംകുന്നത്തേക്ക് പോയ കുറച്ച് വിശേഷങ്ങളാണ് കേട്ടോ. അപ്പോൾ നമ്മളെ ചോറും കറിയൊക്കെ കണ്ടില്ലേ, മോര് കറി ഉണ്ട്, പിന്നെ തലേ ദിവസത്തെ സാമ്പാറുണ്ട്, ഇടിച്ചക്ക ഉപ്പേരിയുണ്ട്, പപ്പടമുണ്ട്. എന്നെ സംബന്ധിച്ചിട്ട് ഒരു ഉണക്ക മീനൊക്കെ വേണം കേട്ടോ, എന്നാലും മുട്ട ഉള്ളതുകൊണ്ട് അന്ന് അങ്ങനെ അങ്ങോട്ട് കഴിഞ്ഞു. അപ്പം നമ്മൾക്ക് ഇനി അമ്പംകുന്നത്തേക്ക് പോയ കാഴ്ചകളും കൂടി ഒന്ന് കണ്ടു നോക്കാം. അപ്പം ഞങ്ങളൊരു 6 മണിയായപ്പോഴാട്ടോ പോയത്, നല്ല ഇരുട്ടായിട്ടില്ല, ആ സമയത്താണ് ഞങ്ങൾ പോയത്. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ ഇരുട്ടായി. അപ്പോൾ വഴിയോരത്ത് ഇങ്ങനെ നിറയെ കച്ചവടക്കാരൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ അച്ചാറൊക്കെ വിറ്റും കൊണ്ടിരിക്കുകയാണ് ഓരോരുത്തർ. ഇതാ വള മാല കണ്ട് എല്ലായിടത്തും കയറി കുട്ടികൾ നോക്കും. ഇങ്ങനെ നമ്മളെ ഇങ്ങനെ ഒന്ന് കാണുന്നതല്ലാതെ ഞാനൊന്നും വാങ്ങാൻ അയക്കൂല കേട്ടോ, കാരണം ഒക്കെ കുട്ടികൾ കണ്ണറെടുത്തിട്ടൊന്ന് വെച്ച് നോക്കാം കേട്ടോ, അത് വാങ്ങിയിട്ടൊന്നുമില്ല. ഇവിടെ എന്തിനും 60 റുപ്യ 30 റുപ്യേൻ്റെ സാധനത്തിന് പോലെ 60 റുപ്യാണ് കേട്ടോ വാങ്ങുക. അപ്പം അങ്ങനെ ഞാൻ ഒന്നും വാങ്ങാൻ അയക്കൂല. വാങ്ങുകയാണെങ്കിൽ നമ്മൾ റോട്ടിൽ വന്നിട്ട് അവിടെ ഇതുപോലെ കച്ചവടക്കാരുണ്ടാകും, അപ്പോൾ അവരെയൊക്കെ ഒന്ന് വാങ്ങിയാൽ മതി. പിന്നെ ഇപ്പോൾ നീർച്ചക്കൊക്കെ പോയ അലുവ, ഈത്തപ്പഴം, പൊരി, മുറുക്ക് അതൊന്നും ഈ കുട്ടികൾക്ക് വേണ്ട കേട്ടോ. ഓർക്ക് വല്ല ഐസ്ക്രീമോ വേറുള്ളതൊക്കെ വേണ്ടുള്ളൂ, അല്ലാതെ ഓർക്ക് അങ്ങനത്തതൊന്നും വേണ്ട. പിന്നെ ഞങ്ങൾ കറുത്തലുവ 1 കിലോ വാങ്ങിട്ടോ.
പിന്നെ ഒരു ഈത്തപ്പഴത്തിൻ്റെ കൂടും വാങ്ങി. അപ്പോൾ എങ്ങനെയുണ്ട്, നിങ്ങൾ ആരെങ്കിലും നേർച്ചക്ക് പോയവരുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യുകൊണ്ട്. നമ്മളെ തൊട്ടടുത്താണ് കേട്ടോ, നമുക്ക് അടുത്താണ് പോകാൻ. അതുകൊണ്ട് നമ്മൾ ഇപ്പോൾ 2-3 വർഷമായി ഇപ്പോൾ ഞാൻ അടുപ്പിച്ച് പോകുന്നു. അതാണ്ട കുട്ടികൾക്ക് പറ്റിയ എല്ലാ കാര്യങ്ങളും ഉണ്ട് കേട്ടോ. കുട്ടികളൊന്നും അവിടുന്ന് പോരേയില്ല. കഴിഞ്ഞ പ്രാവശ്യം പോയിട്ട് ഒരു ബലൂണ് 100 രൂപ കൊടുത്തിട്ട് 2 വാങ്ങിയിട്ട് കുടിയിലെത്തിയപ്പോഴത്തേന് രണ്ടും പൊട്ടിച്ചിട്ടു. അപ്പോൾ ഇപ്രാവശ്യം തന്നെ ഞാൻ പോകുമ്പോൾ പറഞ്ഞു അങ്ങനത്തതൊന്നും ചോദിച്ചരുത്, അതൊന്നും വാങ്ങിത്തരൂല എന്ന് പറഞ്ഞിട്ടാട്ടെ ഞങ്ങൾ പോയത്. പിന്നെ ഓല വണ്ടികളും പിന്നെ ഈ ഓരോന്നിലൊക്കെ കയറൊക്കെ ചെയ്തു. ഇൻഷാ അല്ലാഹ് ആ വീഡിയോ ഒക്കെ അടുത്തിടാം ഞാൻ. ഇൻഷാ അല്ലാഹ് അടുത്തൊരു വീഡിയോ ആയിട്ട്